Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ iOS 16.1 ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 4.75 GB ഐഫോൺ 11-ൽ. അത് പല സൈസിലായിരിക്കും പല ഡിവൈസിലും വരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.1 RC റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13 അല്ലെങ്കിൽ വെഞ്ചൂറയുടെ RC റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 9.1 RC റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16.1 RC റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOS 16.1 RC റിലീസ് ചെയ്യുന്നുണ്ട്. അവസാനമായി iOS 15.7.1 RCയും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ iOS 16.1 വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ നമ്മുടെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു iOS 16.1 ബിൽഡ് നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ജനറൽ, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം 20B79 എന്ന്. അതായത് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ആ ഒരു സെയിം ബിൽഡ് നമ്പർ തന്നെയാണ് നമുക്ക് ഈ വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കണക്റ്റീവ് ഇഷ്യൂ ഉണ്ടെങ്കിൽ iOS 16.1 ഈ ഒരു RCയിൽ ആപ്പിൾ റിസോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നീട് ആദ്യത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ iCloud ഷെയർ ലൈബ്രറിയാണ്. അതായത് നമ്മുടെ WWDC 2022 ആ ഒരു കീനോട്ടിൽ ആപ്പിൾ പറഞ്ഞായിരുന്നു iCloudൽ ഒരു ലൈബ്രറി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും 5 മെമ്പേഴ്സായിട്ട്, നമ്മുടെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 5 മെമ്പേഴ്സായിട്ട്. ഈ ഒരു മെമ്പേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു iCloudലേക്ക് ആഡ് ചെയ്തതിനാൽ നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസും അതേപോലെ സെലക്റ്റീവായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു iCloudലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അവർക്കും ആ ഒരു ഫോട്ടോസ് ഷെയർ ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു iOS 16.1 ആപ്പിൾ ഒഫീഷ്യലി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഐഡിയിലേക്ക് പോവുക, അവിടെ iCloud ഓൺ ചെയ്യുക, അവിടെ നമ്മുടെ ഫോട്ടോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ സിങ്ക് ദിസ് ഐഫോൺ എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക. പക്ഷേ എനിക്കിപ്പോൾ അത് ഓൺ ആവാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഏകദേശം 61.32 GB ഫോട്ടോസ് ഉണ്ട്. എൻ്റെ iCloudലാകെ 3 GB ബാലൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷനിൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു സിങ്ക് ദിസ് ഐഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന iCloud ഷെയർ ലൈബ്രറി നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ഈ ഒരു iOS 16.1 വന്ന ഏറ്റവും ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ആക്ടിവിറ്റി നമ്മുടെ iPhone 14 Pro സീരീസിലേക്ക് നമുക്ക് വരുന്നുണ്ട്. ഈ ലൈവ് ആക്ടിവിറ്റി വരുമ്പോൾ 14 Proൻ്റെ ഡൈനാമിക് ഐഡൻറ്റിൽ നമുക്ക് യൂബർ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ്, അതേപോലെ ലൈവ് സ്കോറ്, നമ്മുടെ ഏതെങ്കിലും ഗെയിമിൻ്റെ ഒക്കെ ലൈവ് സ്കോറ് എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈവ് ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ iPhone 14 Proയിലുള്ള ഡൈനാമിക് ഐലൻഡിൽ വരാനുള്ള ആ ഒരു അപ്ഡേറ്റും ഈ ഒരു 16.1 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ആപ്പിൾ ഫിറ്റ്നസ്സിലാണ്. ഫിറ്റ്നസ്സിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൽ നമുക്ക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്കൊരു ആപ്പിൾ വാച്ച് പെയർ ചെയ്യണം. എന്നാൽ മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ആപ്പ് ലഭിക്കുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് iOS 16 ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഫിറ്റ്നസ് ആപ്പ് ഫ്രീ ആയിട്ട് ലഭിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ആപ്പിൾ ഫിറ്റ്നസ് ഇല്ല. പുറത്തുള്ള കൂട്ടുകാർക്കൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ആപ്പിൾ ഫിറ്റ്നസ് പ്ലസ് എന്ന ഓപ്ഷൻ അവൈലബിൾ ആവും. ആപ്പിൾ ഫിറ്റ്നസ് പ്ലസിൻ്റെ മെമ്പർ ആവാനും ഈ പറയുന്ന എല്ലാ യൂസേഴ്സിനും പറ്റുന്നതാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ വാളറ്റിലാണ്. ആപ്പിൾ വാളറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഈ ഒരു iOS 16.1 കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കീ ഷെയറിങ് എന്ന് പറയുന്നത്. കീ ഷെയറിങ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും റൂമിൻ്റെ കീ, നമ്മുടെ കാർ കീ, നമ്മുടെ വീടിൻ്റെ കീ, ഈ പറയുന്ന എല്ലാ ഡിജിറ്റൽ കീസും നമുക്ക് വാട്സാപ്പ്, iMessage എന്നീ പറഞ്ഞ ഓരോ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനും ആ ഒരു വ്യക്തിക്ക് ആ ഒരു കീ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് ആപ്പിൾ വാളറ്റിലെ
ആ ഒരു ഡിജിറ്റൽ കീ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ആപ്പിൾ പുതുതായിട്ട് ആപ്പിൾ സേവിങ്സ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മുടെ ആപ്പിൾ അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്കൊരു ഇൻട്രസ്റ്റും ആപ്പിൾ തരുന്നതായിരിക്കും. പിന്നെ ബഗ് ഫിക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജസിലാണ്. മെസ്സേജസിൽ നമുക്ക് റീസെൻ്റ്ലി ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ചില ഡിവൈസിൽ നിന്നും വരുന്നുണ്ടായില്ല. നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ കാണിക്കാത്തതുകൊണ്ട് തന്നെ ചില ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് റിക്കവർ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു ബഗും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡൈനാമിക് ഐലൻഡ് യൂസ് ചെയ്യുന്ന 14 പ്രോയിലൊക്കെ നമുക്ക് ചില കോണ്ടൻറ്റ്, അതായത് ചില കാര്യങ്ങൾ റീച്ചബിലിറ്റിയിലൂടെ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ റീച്ചബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ റീച്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നതാണ് റീച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഈ റീച്ചബിലിറ്റി കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഡൈനാമിക് ഐലൻഡിലെ കുറേയധികം കോണ്ടൻറ്റുകൾ മിസ്സാവുമായിരുന്നു. ആ ഒരു ബഗ്ഗും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാർപ്ലേ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു VPN ഉപയോഗിച്ച് നമ്മുടെ കാർപ്ലേ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാർപ്ലേയുടെ കണക്ഷൻ ഫെയിൽ ആവുമായിരുന്നു. ആ ഒരു ബഗ്ഗും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ബഗ്ഗുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ആ ഒരു സ്ക്രീൻ ഫ്ലിക്കറിങ് ബഗ് നിലവിൽ നിൽക്കുന്നുണ്ട്. കുറേ പേർക്ക് ചില സമയത്ത് ഈ ഒരു സ്ക്രീൻ നേരെ താഴത്തേക്ക് പോകുന്നു, പിന്നെ പെട്ടെന്ന് പൊക്കത്തേക്ക് വരുന്നു. ഈ ഒരു ബ്രൈറ്റ്നസിൻ്റെ ഇഷ്യൂ നമ്മുടെ ചില ഡിവൈസിൽ ഇപ്പോഴും ചില കൂട്ടുകാർ പറയുന്നുണ്ട്. പിന്നീട് ബാറ്ററി ഡ്രെയിനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേയധികം കൂട്ടുകാർക്ക് നല്ല അടിപൊളിയുള്ള ബാറ്ററി ഡ്രെയിനിങ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു iOS 16 RCയിലും വരുന്നുണ്ട്. അതേപോലെയുള്ള ബാക്കി റിലീസിൽ, അതായത് iOS 16.0.3യിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി ഡ്രെയിനിങ്ങും ഇപ്പോഴും ആപ്പിളിൻ്റെ ഈ ഒരു OSൽ നിലനിൽക്കുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആപ്പിളിൻ്റെ ഈ ഒരു OSന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ആപ്ലിക്കേഷൻസും സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് വരുന്നുണ്ട്. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു OS അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല നല്ല ബാറ്ററി പെർഫോമൻസ് ഉണ്ട്, നല്ല ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടെന്ന്. നമ്മൾ ആ ഒരു OS അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2-3 ദിവസം തറവായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന iOS ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിലുള്ള ബാറ്ററി പെർഫോമൻസ് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 88% ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 51 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 50 മിനിറ്റുമാണ്. പിന്നീട് തെർമൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും നേരം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും ഒരു തെർമൽ ഇഷ്യൂവും എനിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ മൊഡ്യൂളിനോ അല്ലെങ്കിൽ സൈഡ് വോൾസിനോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ഒരു തെർമൽ മാനേജ്മെൻറ്റും നമ്മുടെ ഈ പറയുന്ന iOS 16 RCന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ iOS 16.2 എന്നാണ് റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എല്ലാ OSും നമുക്ക് ഒക്ടോബർ 24 തിങ്കളാഴ്ച രാത്രി 10:00 എന്തായാലും റിലീസ് ആവുന്നതായിരിക്കും. അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയായിരിക്കും മിക്കവാറും നമുക്ക് iOS 16.2ൻ്റെ ബീറ്റ 1 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലേക്കും നമുക്ക് ഈ പറയുന്ന iOS 16.2ൻ്റെ ആ ഒരു ബീറ്റ 1 നമുക്ക് റിലീസ് ചെയ്യാൻ ചാൻസ്. പിന്നീട് അതോടൊപ്പം തന്നെ ആപ്പിൾ പുതിയ 2-3 പ്രോഡക്റ്റ് ആപ്പിളിൻ്റെ പ്രസ് റിലീസിൽ കൂടെ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് നമ്മുടെ ഈ പറയുന്ന iPad എന്ന് പറയുന്നത്. ഈ ഒരു iPad നമ്മുടെ എൻട്രി ലെവൽ iPad. ഈ ഒരു iPadൽ നമുക്ക് ഇനി മുതൽ ഹോം ബട്ടൺ ഉണ്ടാവില്ല. ഒരു ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ഒരു iPad നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 4 പുതിയ കളേഴ്സിലും ഈ പറഞ്ഞ iPad നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിലൊരു കീബോർഡ് ഫോളിയോ എന്ന ഓപ്ഷനിൽ ഒരു പുതിയ കീബോർഡ് വരുന്നുണ്ട്. ആ ഒരു കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെയർ ചെയ്യേണ്ട, അതേപോലെ ചാർജിങ്ങും വേണ്ട. നമ്മുടെ ഈ ഒരു iPad ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് ആ ഒരു കീബോർഡ് ഫോളിയോ എന്ന് പറയുന്ന പുതിയ സ്റ്റൈലായിട്ടുള്ള കീബോർഡ് യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ നമുക്ക് വന്നിരിക്കുന്ന അടുത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ iPad Pro എന്ന് പറയുന്നത്. iPad Pro പവർ ചെയ്യുന്നത് M2 ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ ഏകദേശം 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും നമ്മുടെ ഈ ഒരു iPad Proയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ iPad M2ഉം അതേപോലെ ആപ്പിൾ പെൻസിലുമായിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷനാണ്. ഈ ഒരു പെൻസിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം 12
mm, അതായത് 12 മില്ലിമീറ്ററിന് അടുത്തേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ നമ്മൾ രണ്ട് ഡിവൈസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ ഒരു ആക്ഷൻ നമ്മുടെ ഐപാഡിൽ നടക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം നമ്മുടെ ഐപാഡ് പ്രോവിനെ നല്ല രീതിക്ക് വ്യത്യസ്തമാക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആപ്പിൾ 4K TV എന്ന് പറയുന്നത്, ഈ ഒരു ആപ്പിൾ 4K TVയിൽ നമുക്ക് വരുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് ഒരു A15 ബാണിംഗ് ചിപ്പാണ്. പിന്നീട് നമുക്കൊരു ഫാൻ, അതായത് നമ്മുടെ ഈ ഒരു നേരത്തെ ഉണ്ടായ ആപ്പിൾ TVയിലേക്ക് ഒരു ഫാൻ ഉണ്ടായിരുന്നു. ആ ഒരു ഫാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ സൈലൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ TV പ്രവർത്തിക്കുന്നത്. അല്ലാതെ വേറെ ഒരു മാറ്റവും നമ്മുടെ ഈ പറയുന്ന പുതിയ ജനറേഷൻ ആപ്പിൾ TVയിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16.1ൻ്റെ പുതിയ വിശേഷങ്ങളും അതേപോലെ ന്യൂലി ലോഞ്ചായ പുതിയ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും നിങ്ങളത് മറന്നുപോലെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this short video. This is Abin Xavier signing from Evica.